പ്രൈസ് ലോർഡ്. നമ്മുടെ ക്ലാസ്സിൻ്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. പാർട്ട് 15. നിങ്ങളധികം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ക്ഷേമമായി നടത്തിയെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പ്രധാനമായിട്ടും പഠിച്ചത് 3/3 പ്രോസസ്സ് വഴി എങ്ങനെ ശിഷ്യത്വത്തിലേക്ക് ഒരാളെ നയിക്കാനായിട്ട് സാധിക്കും, അതിനുവേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിലായി. 3 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ മീറ്റിങ്ങിലും ഉൾപ്പെടുത്തേണ്ട 3 പ്രധാനപ്പെട്ട ഭാഗം ഏതൊക്കെയാണ് എന്നും അതിൽ കൂടെ ശിഷ്യത്വത്തിലേക്ക് ആളുകളെ എങ്ങനെ നയിക്കണമെന്നുമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനായിട്ട് മോൾ എന്ന ഒരു പദ്ധതി അവസാനമായി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അത് 3ാമത്തെ ഭാഗത്ത് മുൻപോട്ടുള്ള അവരുടെ ദൈവവചനത്തോടും ശിഷ്യത്വത്തിലേക്ക് ഉള്ള നടത്തത്തിന് വേണ്ടിയും ദൈവവചനത്തോടുള്ള അനുസരണത്തിന് വേണ്ടിയും അവർക്ക് സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒരു മെത്തേഡായ ഒരു സ്ട്രാറ്റജിയായി ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് മോൾ എന്ന ആ പദ്ധതി. അത് പ്രകാരം അവരെ നല്ല ശിഷ്യത്വത്തിലേക്ക് അവരെ നയിക്കുവാൻ സാധിക്കും എന്നും നാം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നാം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അങ്ങനെ നാം നമ്മുടെ ഒരു ചെറിയ 3-4 പേർ കൂടുന്ന, അല്ലെ 1-2 പേർ കൂടുന്ന ചെറിയ ഗ്രൂപ്പുകളെ ശിഷ്യത്വത്തിലേക്ക് പഠിപ്പിക്കുകയും അത് മുഖാന്തരം അവർ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് പുതിയതായി ആളുകളെ അവരുടെ ആദ്യം സഭയിലേക്ക് കൊണ്ടുവരാതെ അവർ തന്നെ ചെറിയ ശിഷ്യത്വ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അവരെ നാം ഗൈഡ് ചെയ്യുകയും അവർ ആ ഗ്രൂപ്പുകൾ നയിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യണം. അങ്ങനെ രൂപപ്പെടുന്ന എല്ലാ ചെറു ഗ്രൂപ്പുകളെയും ഹൗസ് ചർച്ചസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സെൽ ഗ്രൂപ്പുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഹൗസ് ചർച്ചസ് എന്നും വേണമെങ്കിലും വിളിക്കാം. അത് തിയററ്റിക്കലായിട്ട് സെൽ ഗ്രൂപ്പും ഹൗസ് ചർച്ചസും രണ്ടാണ്, ഒന്നല്ല തിയറിപരമായി. പക്ഷെ പ്രായോഗികമായി നമ്മൾ പറഞ്ഞാൽ ഒരു വീട്ടിലെ കൂട്ടായ്മയായിട്ട്, ഒരു ചർച്ചിൻ്റെ ഒരു ചെറിയ സ്മോൾ ഗ്രൂപ്പുകളായിട്ട് നമുക്കതിനെ കാണാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഓരോ ചെറുകൂട്ടങ്ങളും ആരോഗ്യമുള്ള എന്ന പദം ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ദൈവവചനത്തിൻ്റെ ആരോഗ്യമാണ്. ദൈവവചനത്തിൻ്റെ, അല്ലാതെ അവരെല്ലാവരും കൊഴുത്തിരിക്കുന്നവരാണോ എന്നതല്ല ആരോഗ്യത്തിൻ്റെ നിദാനം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഥ്യമായും ശരിയായുമുള്ള ഉപദേശത്തിലും ക്രമീകരണത്തിലും വളർച്ചയിലും പോകുന്നോ ഇല്ലയോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓരോ ചെറു ഗ്രൂപ്പുകളും ആരോഗ്യമുള്ള ഹെൽത്തി ചർച്ചസ് എന്നാണ് ഞാൻ പറയുന്നത്. ഹെൽത്തി ചർച്ചസിനെ കുറിച്ചാണ് നമ്മളിത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഓരോ ചെറു ഗ്രൂപ്പുകളും ഹെൽത്തി ഗ്രൂപ്പുകളാണോ എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ ഹെൽത്തി ഗ്രൂപ്പുകളാണെങ്കിൽ മാത്രമേ ചർച്ച ആയിക്കൂടി വരുമ്പോൾ ആ ചർച്ച് ഒരു ഹെൽത്തി ചർച്ച് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്തി ചർച്ചിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവണമോ അതിൽ ഭൂരിഭാഗവും, അതിലൊട്ടുമുക്കാലും ഒഴിച്ചുകൂടാൻ മേലാത്ത എല്ലാ കാര്യങ്ങളും സെൽ ഗ്രൂപ്പുകളിലും ചെറിയ ഗ്രൂപ്പുകളിലും കൂട്ടായ്മകളിലും ഉണ്ടാവണം എന്നതാണ് പ്രധാനപ്പെട്ടതായ വിഷയം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന വിഷയം ആരോഗ്യമുള്ള സഭ കൂട്ടങ്ങൾ. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആരോഗ്യമുള്ള കൂട്ടങ്ങളാണോ ആ ചെറിയ ഗ്രൂപ്പുകൾ എന്നറിയേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അതിന് നമ്മൾ ആരോഗ്യമുള്ള സഭ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ചെറു കൂട്ടങ്ങൾ എങ്ങനെ ഇരിക്കും എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേദപുസ്തകത്തിൽ പ്രധാനമായും ആരോഗ്യമുള്ള ഒരു സഭയെക്കുറിച്ച് വളരെ വ്യക്തമായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിലെ യെരുശലേമിലുള്ള സഭയെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലാണ് പ്രധാനമായും ആ സഭയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൻ്റെ 2-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 40 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ, 40 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ,
യെരുശലേം സഭയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വളരെ വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചുരുക്കമായ ചെറിയ ചെറിയ വാക്കുകളിൽ ആ സഭയുടെ വിശാലമായ ആരോഗ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം വായിക്കുന്നു. നിങ്ങൾ ആ വാക്യങ്ങൾ ആവർത്തിച്ച് വായിച്ചു നോക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതിന് പിന്നീട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചും ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പം ഇതാണ് നമ്മൾ വായിച്ച പ്രധാനപ്പെട്ട വേദഭാഗം. ഇവിടെ ഈ സഭ എന്ന് പറയുന്നത് യെരുശലേമിലെ സഭയെക്കുറിച്ചാണ് പ്രധാനമായും ഇവിടെ പ്രതിപാദിക്കുന്നത്. യെരുശലേമിലുള്ള പുതിയ നിയമത്തിലെ യെരുശലേമിലുള്ള സഭയെക്കുറിച്ചാണ് പ്രധാനമായും ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇനി ഈ സഭയുടെ പ്രധാനപ്പെട്ട പ്രവൃത്തികൾ എന്തായിരുന്നു? നാം പ്രവൃത്തികളാണ് ദൗത്യം എന്ന് പറയുന്നത് പ്രവൃത്തിയാണെന്ന് നമ്മൾ പറഞ്ഞു. സഭയുടെ പ്രധാനപ്പെട്ട പ്രവൃത്തികളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വാക്കുകൾ ഞാനിവിടെ എഴുതാൻ വേണ്ടി പോവുകയാണ്. ഈ സഭയിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരുന്ന 40-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു എന്ന് സാക്ഷ്യം പറയുക, സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ സാക്ഷിയാണ്. സുവിശേഷത്തിൻ്റെ നമ്മൾ നമ്മുടെ സ്വന്തം സാക്ഷ്യം പറയാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു. അത് സുവിശേഷത്തിൻ്റെ സാക്ഷ്യം പറയേണ്ടതിന് വേണ്ടിയോ ആണ് ആദ്യം നമ്മുടെ സ്വന്തം സാക്ഷ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടത്. അപ്പം സുവിശേഷത്തിൻ്റെ സാക്ഷ്യം അവിടെ ആ സഭയിലെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. സാക്ഷ്യം പറഞ്ഞ് പ്രബോധിപ്പിക്കുക എന്ന് പ്രസംഗിക്കുക എന്നാണ് അർത്ഥം. പ്രസംഗിച്ചു. അപ്പോൾ എന്താ പ്രസംഗിച്ചേ? സുവിശേഷം എന്നാണ് പ്രസംഗിച്ചത് എന്നത് കൃത്യമാണ്. പ്രസംഗിച്ചു. ഇനി അവിടെ കാണുന്നത് പ്രബോധിപ്പിച്ച് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ. സുവിശേഷ പ്രസംഗം ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്ന പ്രവൃത്തി ആ സഭയിൽ നടക്കുന്നുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടവർ സ്നാനം നടക്കുന്നുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സ്നാനം കഴിപ്പിച്ചു പോന്നു എന്നാണ് നമ്മളോട് വായിക്കുന്നത്. രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3000-ഓളം പേർ അപ്പോസ്തലന്മാരോട് ചേർന്നു. പിന്നെ ഉപദേശം ഉണ്ടായിരുന്നു. ഉപദേശം എന്നത് ടീച്ചിങ് ആണ്. ശ്രദ്ധിക്കണേ, ഉപദേശം എന്ന് പറയുന്നത് പ്രസംഗമല്ല, ടീച്ചിങ്. നമ്മൾ മഹാനിയോഗത്തിൽ പറഞ്ഞ പ്രസംഗവും ടീച്ചിങ്ങും തമ്മിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മറന്നു പോകാതെ ഓർത്തിരിക്കണം. ഉപദേശം പറയുന്നുണ്ടായിരുന്നു. ഉപദേശം ഉണ്ടായിരുന്നു. കൂട്ടായ്മ, ഫെലോഷിപ്പ്, കൂട്ടായ്മ ആ സഭയിലുണ്ടായിരുന്നു. പിന്നീട് ആ സഭയിലുണ്ടായിരുന്നത് കർത്തൃമേശ ആ സഭയിലുണ്ടായിരുന്നു. നമുക്കെല്ലാം കൂടെ ഒരു ഒറ്റയടിക്ക് എഴുതാനായിട്ട് സ്ഥലം പോരാതെ വരും എന്നെനിക്ക് തോന്നുന്നു. കർത്തൃമേശ ഉണ്ടായിരുന്നു. പ്രാർത്ഥന,
ഒരുമനപ്പെട്ട പ്രാർത്ഥന എന്ന് വേണേൽ പറയാം. പ്രാർത്ഥന ഉണ്ടായിരുന്നു അവിടെ ആ ചർച്ചിൽ. പിന്നെ ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഭയമായ അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിരുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഞാൻ അത്ര എഴുതി നിർത്തുവാണേ. അടയാളങ്ങൾ ഉണ്ടായിരുന്നു. സകലവും പൊതുവക തന്നെ അവർ ഷെയർ ചെയ്തു. അവരുടെ സമ്പത്ത് പങ്കുവെച്ചു. സമ്പത്ത് പങ്കുവെക്കുന്നുണ്ടായിരുന്നു ആ സഭയില്. ഉല്ലാസവും ഹൃദയപരമാർത്ഥത ഉണ്ടായിരുന്നു അവർക്ക്. വൺ ഇൻ ഹാർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയാവുന്നത്. ഹൃദയ പരമാർത്ഥത ഉണ്ടായിരുന്നു അവിടെ. ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കി ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഒരു ഫുഡ് ഫെലോഷിപ്പ് കൂട്ടായ്മ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. സ്തുതിക്കുകയും ആരാധന ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ സഭയെക്കുറിച്ച് പ്രധാനമായും 2-ാം അധ്യായത്തിൽ 40 മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അവർ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു സഭയിൽ നിന്ന്. ഇത് ഈ സാക്ഷ്യം പറയാനും പ്രസംഗിക്കാനും ഒക്കെ ആളുകൾ വേണമെങ്കിൽ ഈ സഭയ്ക്കൊരു നേതൃത്വം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. ആ നേതൃത്വത്തെ അനുഗമിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. നേതൃത്വം ഉണ്ടായിരുന്നു. അവർ സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. അവിടെ പ്രസംഗം ഉണ്ടായിരുന്നു. പ്രസംഗം എന്ന് പറയുന്നത് സുവിശേഷ പ്രസംഗം. ആളുകൾ രക്ഷിക്കപ്പെട്ട് ദിനംപ്രതി അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ആണ്ടിലൊരിക്കലല്ല, ദിനംപ്രതി ആളുകൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പം ഒരാൾ തന്നെ പ്രവർത്തിച്ചാൽ ദിനംപ്രതി ആളുകൾ രക്ഷിക്കപ്പെടാൻ സാധ്യത ഇല്ല. അപ്പോൾ ദിനംപ്രതി ആളുകൾ രക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വളരെയധികം ആളുകൾ സുവിശേഷ പ്രവർത്തനത്തിൽ ഇൻവോൾവ് ആയിരുന്നു എന്നത് പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു കാര്യമാണ്. ദിനംപ്രതി ഓരോ ദിവസവും, തിങ്കളാഴ്ച ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച ഉണ്ടായിരുന്നു, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, എല്ലാ ദിവസവും ആളുകൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒരാൾ തന്നെയാണ് സുവിശേഷ പ്രവർത്തനം നടത്തുന്നത് എങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും ആളുകൾ രക്ഷിക്കപ്പെടുകയില്ല. കൂടിപ്പോയാൽ ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരാൾ രക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജിക്കൽ വേയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ 2-3 പേർ, മാസത്തിൽ 2-3 പേർ രക്ഷിക്കപ്പെടുന്ന തരത്തിലേക്ക് വന്നേക്കാം. ഏറ്റവും കൂടുതൽ അങ്ങനെ വരികയുള്ളൂ. ഏറ്റവും കുറഞ്ഞത് ഒരാൾ വളരെ കഠിനാധ്വാനത്തോടെ പ്രവർത്തിച്ചാൽ ഒരു മാസത്തിൽ 3-4 ആളുകളെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരാളെ വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും 4 ആളുകളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, അത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ദിനംപ്രതി ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നു എന്ന് പറയുമ്പം ഓരോ ദിവസവും ആള് വന്നെന്നല്ല പറയുന്നത്. ആളുകൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഒരു കൂട്ടം ആളുകൾ, സംഘങ്ങളായിട്ടൊക്കെ ആളുകൾ യേശുവിലേക്ക് തിരിഞ്ഞു വരുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഒരാളല്ല, ആ ഒരു സഭയിലെ എത്രയോ ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ, നമ്മൾ പറഞ്ഞ കണക്കനുസരിച്ച് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ, ഒരാൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന മുഖാന്തരം 4 പേർ ഒരു മാസത്തിൽ രക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ, ഒരു 10 പേർ വർക്ക് ചെയ്താൽ ഒരു മാസത്തിൽ 40 പേർ, അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ 40 പേർ രക്ഷിക്കപ്പെട്ടു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും ശ്രദ്ധിക്കൂ, അങ്ങനെ വരുമ്പോൾ പോലും ഒരു ദിവസം ഒരാളെന്ന കണക്കിന് മേളിൽ കൂട്ടത്തോടെ ആളുകൾ വന്നു എന്ന കണക്കിലേക്കും വരുന്നില്ല. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സഭയിലുള്ള എല്ലാ അംഗങ്ങളും സുവിശേഷ പ്രവർത്തനത്തിൽ, സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിൽ
പ്രതിജ്ഞാബദ്ധനായിരുന്നു, ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇവിടെ വാക്യത്തിൽ പറയുന്നില്ലെങ്കിലും ആ വാക്യത്തിന്റെ റിസൾട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആര്യമായിരുന്നു. സ്നാനം നടന്നിരുന്നു. അവിടെ സ്നാനം 3000-ഓളം, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്ക് അനുസരിച്ച് 3000-ഓളം പേർ ആ ഒരു ദിവസം സ്നാനപ്പെട്ടതിനെ കുറിച്ച് കണക്ക് പറയുന്നുണ്ട്. പിന്നെ അവരെ ഉപദേശിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. അവർക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഫെലോഷിപ്പ്, നല്ല ബന്ധങ്ങൾ, നല്ല കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. കർത്തൃമേശ അവർ നടത്തിയിരുന്നു. പ്രാർത്ഥന, ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അതും വളരെ ശ്രദ്ധയോടെ നാം കാണേണ്ടത്. പിന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയിൽ കൂടെ നടന്നിരുന്നു. സഭയ്ക്കകത്ത് നടന്നിരുന്നു എന്നതിനേക്കാൾ ഉപരി സഭയുടെ വെളിയിലും നടന്നിരുന്നു എന്നതാണ് ആ വാക്യങ്ങൾ വിശദീകരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഭയമായി, യെരൂശലേമിലുള്ള എല്ലാവർക്കും ഭയമായി. സഭയ്ക്കകത്ത് ഒരു സംഭവം നടന്നാൽ, സഭയ്ക്കകത്ത് നടക്കുന്ന ഒരു വലിയ ഭയപ്പെടുത്തുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അനന്യാസിന്റെയും സഫീറയുടെയും കഥയിൽ കൂടെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അത് സഭയ്ക്കകത്ത് നടന്ന ഒരു സംഭവമാണ്. അങ്ങനെ സഭയ്ക്കകത്ത് ഒരു സംഭവം നടന്നപ്പോൾ സഭയ്ക്കകത്തുള്ള ആളുകളുടെ ഉള്ളിൽ ഭയമായി. പക്ഷെ ഇവിടെ രക്ഷിക്കപ്പെടുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയും ചെയ്തുകൊണ്ട് ഭയമുണ്ടായത് യെരൂശലേമിലെ നിവാസികൾക്ക് തന്നെയാണ്. അവർക്ക് അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ട് അവർ ഭയപ്പെട്ടു. ദൈവശക്തി കണ്ട് അവർ ഭയപ്പെട്ടു. അവർ സുവിശേഷത്തെ വിശ്വസിക്കാൻ അതൊക്കെ കാരണമായി തീർന്നു. ഇവിടെ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, 3 പ്രാവശ്യം ഞാനത് പറഞ്ഞു, പ്രധാനപ്പെട്ടതെന്ന്. അത്ഭുതങ്ങളും അടയാളങ്ങളും സുവിശേഷത്തെ സ്ഥിരീകരിക്കേണ്ടതിനും സ്ഥാപിക്കേണ്ടതിനും സമർത്ഥിക്കേണ്ടതിനുമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള സ്റ്റേജ് ഷോ അല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് ദൈവമക്കൾ, നമ്മൾ പ്രത്യേകിച്ച് ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം. സ്റ്റേജ് ഷോ അല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുന്നത് സുവിശേഷത്തിന്റെ ശക്തിയാലാണ്. സുവിശേഷത്തിന്റെ ശക്തിയുടെ പ്രദർശനമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. എങ്ങനെയാണ് സുവിശേഷം സ്ഥാപിക്കപ്പെട്ടു പോകുന്നത്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും സുവിശേഷം സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പം സുവിശേഷത്തിന്റെ ശക്തി, സുവിശേഷം സ്ഥാപിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരിടത്ത് ഉണ്ടാകാൻ ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ ഒരാളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കരുത്, ഒരു സഭയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കരുത്, സുവിശേഷത്തെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന ധാരണ പൊതുവെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ആൾ വന്നാൽ ഭയങ്കര അത്ഭുതമാണെന്ന് നമ്മൾ പറയും. ഒന്നുമില്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് സുവിശേഷം പറയുന്ന ആളുകളിൽ കൂടെയാണ്. സുവിശേഷം പറയുന്നില്ലെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. സുവിശേഷം പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അത്ഭുതമല്ല. സുവിശേഷം പറയുന്നില്ലെങ്കിൽ സുവിശേഷത്തിലേക്ക് ആളുകൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അടയാളങ്ങളല്ല, നിങ്ങൾ ചെയ്യുന്ന അത്ഭുതങ്ങളല്ല എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത്തരം തെറ്റായ സ്ലിപ്പിലേക്ക് ആത്മീയതയുടെ തെന്നിവീഴലുകൾ ആണിതെല്ലാം. അങ്ങനെ നാം തെന്നി വീഴാൻ പാടില്ല എന്നും കൂടെ ഞാനിവിടെ ഓർപ്പിക്കുന്നു. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ അവർക്ക് സമ്പത്ത് ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും കഴിയത്തക്കവണ്ണമുള്ളോ, സഭയിലുള്ള എല്ലാവർക്കും കഴിയത്തക്കവണ്ണമോ, സഭയെ നന്നായി കൊണ്ടുപോകത്തക്കവണ്ണമോ ഉള്ള സമ്പദ് വ്യവസ്ഥിതി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? സകലതും ഉള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എനിക്കില്ലാത്തത് മറ്റുള്ളവർ എനിക്ക് തരികയും എനിക്കുള്ളത് ഞാൻ മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഷെയറിംഗ് സിസ്റ്റം സഭയ്ക്കകത്തുണ്ടായിരുന്നു. അതാണ് അവർ സമ്പത്തുകൾ പങ്കുവെക്കാൻ തുടങ്ങി. അവർക്കുണ്ടായിരുന്നത് അവർ പങ്കുവെക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഹൃദയപരമാർത്ഥത അവർക്കുണ്ടായിരുന്നു. അവർ ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധമായിരുന്നു. ചെയ്യുന്ന കാര്യത്തിൽ ഒളിച്ച് ചെയ്തത് അനന്യാസും സഫീറയുമാണ്, പ്രത്യേകിച്ച് സാമ്പത്തികമായ വിഷയത്തിൽ. അവിടെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒളിച്ചൊരാൾ ചെയ്തത് കൃത്യമായി പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അവിടെയാണ്. ആദ്യത്തെ കാഴ്ച അവിടെയാണ്. അവർ ചെയ്തത് ഹൃദയപരമാർത്ഥതയോടെ അല്ല. ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റതെന്ന് ചോദിക്കുമ്പോൾ അത്രയ്ക്കാണെന്ന് അവർ പറയുന്നു.
പക്ഷെ അത്രയ്ക്കല്ലെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹൃദയത്തിൽ മറ്റൊന്നായിരുന്നു, സത്യം അതല്ലായിരുന്നു. സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നത് ഒന്നും ഹൃദയപരമാർത്ഥതയോടെ കൂടെ ഉള്ളതല്ല. അപ്പോൾ ഹൃദയപരമാർത്ഥതയോടുകൂടെ സുവിശേഷ പ്രവർത്തനത്തിൽ, ആത്മീയ പ്രവർത്തനത്തിൽ, ആത്മീയ കൂട്ടായ്മകളിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയണം. പിന്നീട് ഇവിടെ നാം കാണുന്നത് അവിടെ ആരാധന ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥന കഴിച്ച് ആരാധന കഴിച്ചു പോകുന്നു. അപ്പം ആരാധന അവിടെ ഉണ്ടായിരുന്നു. ഇനി ഇത്രയും ഭാഗങ്ങളാണ് നമ്മളുടെ ഇതിനകത്ത് ആരോഗ്യമുള്ള സഭയെക്കുറിച്ച് പറയുമ്പം, യെരുശലേം സഭയെക്കുറിച്ച് ഇതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചേക്കും. നിങ്ങളതൊന്നുകൂടെ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പോയിന്റുകൾ, ഞാൻ എഴുതി വെച്ച എല്ലാ പോയിന്റും പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ കരുതൽ. അതുകൊണ്ട് ഞാൻ എഴുതിയതിനേക്കാൾ കൂടുതൽ പോയിന്റുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ തരികയാണ്. ഇത് ഹോംവർക്ക് ആദ്യം നിങ്ങൾ യെരുശലേം സഭയുടെ, ഞാനിപ്പോൾ പറഞ്ഞ യെരുശലേം ആരോഗ്യമുള്ള സഭ എന്ന ഹെഡിങ് എഴുതുക. ആരോഗ്യമുള്ള സഭ. അങ്ങനെ ഹെഡിങ് എഴുതുക. ഇത് കഴിഞ്ഞ് യെരുശലേം ചർച്ച്, ആ ചർച്ചിലെ 40-ാം വാക്യം മുതൽ 2-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 40-ാം വാക്യം മുതൽ 47-ാം വാക്യം വരെ ഉള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ, പ്രവൃത്തികൾ, ഗുണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ ഇവിടെ എഴുതുക. അതെല്ലാം ഇവിടെ രേഖപ്പെടുത്തുക. അതെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ട് അടുത്തൊരു കോളത്തിൽ നിങ്ങൾ കൂടി വരുന്ന നിങ്ങളുടെ കൂട്ടായ്മയാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കൂട്ടായ്മ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ചിനെ കുറിച്ച് എഴുതാം. കൂട്ടായ്മ. ഇതിലേതെല്ലാം ഗുണങ്ങൾ, ഈ പറയുന്നതിൽ ഏതെല്ലാം ഗുണങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിലുണ്ട് എന്ന് എഴുതണം. ഇതിൽ ഒന്നാമത് പറഞ്ഞതിലെ ഏതെല്ലാം ഗുണങ്ങൾ നിങ്ങൾ കൂടി വരുന്ന കൂട്ടായ്മയിലുണ്ട് എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു കോളത്തിൽ ഇനി ഈ പറയുന്നത് കൂടാതെ മറ്റെന്തെങ്കിലും ഗുണങ്ങളോ ഡെവലപ്മെന്റ്സോ തത്വങ്ങളോ ആത്മീയതയോ ഒക്കെ കൂടുതലായി നിങ്ങളുടെ കൂട്ടായ്മയിൽ ഉള്ളത് ഇവിടെ പറഞ്ഞതിൽ ഏതെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി. പക്ഷെ ആ രേഖപ്പെടുത്തിയതിനേക്കാൾ ഇവിടെ പറഞ്ഞതിൽ നിങ്ങളുണ്ടെന്ന് പറഞ്ഞ ആ കാര്യങ്ങളെക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അവിടെ രേഖപ്പെടുത്താനായിട്ട്, അവിടെ എഴുതാനായിട്ട് കഴിയും. അതെങ്ങനെയാ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ. ഇവിടെ ഭവനത്തിലായിരുന്നു കൂട്ടായ്മ. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഭവനത്തിലായിരുന്നു കൂട്ടായ്മയുടെ ഭവനത്തിലായിരുന്നു. നിങ്ങൾക്ക് ഭവനത്തിൽ നിന്നുള്ളത് നിങ്ങളുടെ കൂട്ടായ്മ ഭവനത്തിലല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിലുള്ളതല്ല. ഭവനത്തിലെ ഇടമീറ്റിങ്ങുകളുടെ കുറിച്ചും ഇടമീറ്റിങ്ങുകൾ ഈ പറയുന്ന പോലെ സഭയുടെ ഫംഗ്ഷനിലാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം ഒരു ട്രെയിനിങ് മോഡലാണ് ഇടമീറ്റിങ്ങുകളെങ്കിൽ അത് ട്രെയിനിങ് ആയിട്ട് നമുക്ക് ഉപദേശമായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായി ചർച്ച് ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഇവിടെ ഇല്ലാത്തത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉള്ളത്. പിന്നെ ഇവിടെ ഇല്ലാത്ത ഒരെണ്ണം പെയ്ഡ് പാസ്റ്റേഴ്സ് അല്ലായിരുന്നു. ഇവിടെ പെയ്ഡ് പാസ്റ്റർ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് അവിടെ പെയ്ഡ് പാസ്റ്റർ ഉണ്ടെങ്കിൽ അതെഴുതാം. ഇവിടെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, എന്തെല്ലാം കൂടുതലായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ചർച്ചിലുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനിയും എഴുതേണ്ടത് ആരോഗ്യമുള്ള സഭയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കണേ. ഇത് കാണാൻ ഒക്കാതെ വരും. ആരോഗ്യമുള്ള സഭയ്ക്ക്, ഇനിത്തെ 4-ാമത്തെ കോളത്തിൽ എഴുതേണ്ടത്, ആരോഗ്യമുള്ള സഭയ്ക്ക്
എന്തെല്ലാം ആണ് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടത് എന്ന് നിങ്ങൾ കരുതുന്നു. ഈ പഠനത്തിൽ കൂടെ ആരോഗ്യമുള്ള സഭയ്ക്ക് എന്തെല്ലാമാണ് അത്യാവശ്യം എന്ന് നിങ്ങൾ കരുതുന്നു, ആ അത്യാവശ്യങ്ങളുടെ ലിസ്റ്റ് ഇവിടെ എഴുതുക. എന്തെല്ലാമാണ് അത്യാവശ്യമായിട്ടും വേണ്ടത് അതിൻ്റെ ലിസ്റ്റ് ഇവിടെ എഴുതുക. അപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ 4 കോളം വരയ്ക്കുക. 4 കോളം വരച്ചതിന് ശേഷം യെരുശലേം സഭയുടെ ആരോഗ്യമുള്ള സഭയായിട്ടാണ് വേദപുസ്തകം യെരുശലേം സഭയെ ആത്മീയപരമായി ആരോഗ്യമുള്ള സഭയായിട്ടാണ്, ഹെൽത്തി ചർച്ചായിട്ടാണ് യെരുശലേം സഭയെ വേദപുസ്തകം കാണിക്കുന്നത്. ആ യെരുശലേം സഭയുടെ ആരോഗ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു, സ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൃത്യമായി എഴുതുകയും നിങ്ങളുടെ കൂട്ടായ്മയിൽ ഇതിലേതൊക്കെ ഉണ്ടെന്ന് എഴുതുകയും ഇതിൽ ഉൾപ്പെടാതെ നിങ്ങളുടെ കൂട്ടായ്മയിൽ അധികമായി ഉള്ളത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുകയും അതിനുശേഷം ആരോഗ്യമുള്ള സഭയ്ക്ക് ഈ പഠനം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വന്നു ആരോഗ്യമുള്ള സഭയ്ക്ക് ഈ വേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ്, വേണ്ടാത്തത് അത്യാവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചും നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഈ പഠനം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ഒരു ഹെൽത്തി ചർച്ചിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തത്. ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് അയച്ചു തരണം. അത് ഒരു വലിയൊരു പേപ്പറിൽ, ചാർട്ട് പേപ്പർ പോലുള്ളൊരു പേപ്പറിലോ വല്ലതും വരച്ചിട്ട് 4 കോളങ്ങളായി എഴുതി വരച്ച് ഒരു സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ സ്കാനർ കാണുമായിരിക്കും. അതല്ലെങ്കിൽ ഫോട്ടോ എടുത്താൽ മുഴുവൻ കവർ ചെയ്ത് കിട്ടത്തക്കൊണ്ട് ഫോട്ടോ എടുത്ത് അയച്ചു തരണം എന്ന് ഓർപ്പിക്കാം. അത് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഹോംവർക്കാണ്. നമ്മുടെ ഈ ഒരു 10 മിനിറ്റും ഒരു 5 മിനിറ്റും കൊണ്ട് അടുത്ത ഒരു പോയിന്റും കൂടെ പറഞ്ഞു തീർക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ പ്രധാനമായും പറഞ്ഞു വന്നത് നമ്മുടെ സ്മോൾ ഗ്രൂപ്പുകൾ ഹെൽത്തി ആയിരിക്കണം. സ്മോൾ ഗ്രൂപ്പുകൾ ഹെൽത്തി, ഇത് ചെറിയ കൂട്ടമാണെന്ന് വെച്ചു. നിങ്ങൾ 4 പേര് കൂടുന്നുണ്ട്, 4 പേരുണ്ട്, നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ നേതാവായിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഗ്രൂപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ഹെൽത്തി ചർച്ചിന് വേണമെന്ന് നിങ്ങൾ കണ്ടെത്തിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഹെൽത്തി ചർച്ചിന് വേണമെന്ന് നിങ്ങൾ കണ്ടെത്തിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ചെറിയ സംഘങ്ങളിൽ, ചെറിയ കൂട്ടായ്മയിൽ ഏതെല്ലാം കാര്യങ്ങളുണ്ട്, ഇനി ഏതെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം, എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്കിപ്പോൾ സ്മോൾ ഗ്രൂപ്പുകൾ 2-3 ഉണ്ടെങ്കിൽ നിങ്ങൾക്കിങ്ങനെ നിങ്ങൾക്ക് അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് സ്മോൾ ഗ്രൂപ്പുകളെ അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വിധമാണ് ഞാൻ ഇനിയും പറയാൻ വേണ്ടി പോകുന്നത്. സ്മോൾ ഗ്രൂപ്പുകളെ അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്ര പേരുണ്ട്, ഇതിവിടെ ഇലാബറേറ്റ് ചെയ്ത് ഞാൻ വരച്ചു. നിങ്ങൾ 4 പേരും നിങ്ങൾ ലീഡറും ഉണ്ട്. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പ് ഉദാഹരണം പറഞ്ഞാൽ ഇതിനെ നമുക്ക് സിംബലൈസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയും മറ്റൊരാൾക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലാണ് ഞാൻ പറയും. ഇപ്പോൾ 4 പേരുണ്ട്, നിങ്ങൾ നേതാവായിട്ടുമുണ്ട്. ഇവിടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ സിമ്പിളാണിത്. നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ സിമ്പിൾ നടക്കുന്നെങ്കിൽ, നിങ്ങൾ കൂടി വരുന്ന കൂട്ടായ്മയിൽ പ്രാർത്ഥന നടക്കുന്നെങ്കിൽ നിങ്ങൾക്കിത് എഴുതാം. ആരാധന നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ചെയ്യാം. ആരാധന നടക്കുന്നത്. കർത്തൃമേശ അവിടെ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഒരു ചിത്രം വരയ്ക്കാം. നിങ്ങൾ സ്തോത്രാഴ്ച എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റുപ്പീസിൻ്റെ വരയ്ക്കാം. അങ്ങനെ നിങ്ങളുടെ ഒരാൾ സുവിശേഷം പറയാൻ വേണ്ടി വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ആ വെളിയിലേക്ക് ആളുകൾ സുവിശേഷം പറയാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് വെളിയിലേക്ക് ഈ സർക്കിളിൻ്റെ വെളിയിലേക്ക് ആളുകൾ പോകുന്നതായിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ സുവിശേഷം പറയാൻ വേണ്ടി ഈ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ വെളിയിൽ പോകുന്നുണ്ട്. ഈ ഗ്രൂപ്പ് എവിടുത്തെയാണെന്നുള്ളത് നിങ്ങൾക്ക് പേരെഴുതാം. ഇന്ന വീട്ടിലെ കൂടുന്ന കൂട്ടായ്മ, അല്ലെങ്കിൽ നമ്പർ ആയിടുന്നെങ്കിൽ ഇന്ന നമ്പർ കൂട്ടായ്മ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ
അത്യാവശ്യമായിട്ട് ഏതെല്ലാമാണ് ഒരു ഹെൽത്തി ചർച്ചിന് വേണ്ടത്, ആ ഹെൽത്തി ചർച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ചെറിയ ഗ്രൂപ്പിൽ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ചെറിയ ഗ്രൂപ്പിൽ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായേക്കാം, കർത്തൃമേശ അങ്ങനെ ഈ ഗ്രൂപ്പിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ ചോദ്യം ഉണ്ടായേക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാം എന്നുള്ളതാണ്. കാരണം അവർ കൂടി വന്നപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങളൊരു ഓർഗനൈസേഷൻ്റെ സഭയുടെ സിസ്റ്റത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള നിങ്ങളുടെ ആരാധനയിൽ അത് ഉൾപ്പെടുത്തുകയും ഇവിടെ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ ഉൾപ്പെടുത്തുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഷെയറിങ് കൂടുകയാണ്. നമ്മൾ യെരുശലേം സഭയുടെ അവർ പൊതുവക എന്ന് തന്നെ ഷെയർ ചെയ്തു. മറ്റേത് ആഴ്ചയിൽ മാത്രം സ്തോത്രാഴ്ച ഇടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ആളുകൾ വരുമ്പോൾ ആളുകൾ കുറച്ചുകൂടെ ഷെയറിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവ പ്രവർത്തിക്ക് വേണ്ടി കൊടുക്കേണ്ടതിൻ്റെ അളവുകൾ അവർ ഓൾറെഡി നിർണയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് മെഷർ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അളന്ന് കുലുക്കി കൊടുക്കാനായിട്ട് ആളുകൾ താല്പര്യപ്പെടാറുണ്ട്. ഇവിടെ ആളുകളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരെ അറിയാതെ പഠിപ്പിക്കുന്നത് എപ്പോഴും ഒന്നും കൊടുക്കണ്ട, വല്ലപ്പോഴും ഒക്കെ കൊടുത്താൽ മതി എന്നുള്ളൊരു സിസ്റ്റം കൂടെ നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ₹1 ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ദൈവത്തിന് നിങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നുന്നത് കൊടുക്കും. നമ്മൾ അവിടെ ആരെയും കമ്പൽസറി ആക്കണ്ട. സ്വത്രാഴ്ച എല്ലാവരുടെയും മുൻപിൽ കൂടെ കൊണ്ടു നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ബാഗോ ഒരു പെട്ടിയോ ഒരു ബോക്സ് നിങ്ങൾ ആ പ്ലേസിൽ, നിങ്ങളുടെ മീറ്റിംഗ് നടക്കുന്ന പ്ലേസിൽ അന്നേരം മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ കൊണ്ടുവച്ചിരുന്നാൽ മതി. അവിടെ ഇതിടാൻ വേണ്ടി പ്രത്യേകിച്ചൊരു ഫങ്ഷനാക്കി മാറ്റണമെന്ന് ഒന്നും ഒരു നിർബന്ധമില്ല. ആളുകൾക്ക് കൊടുക്കാനുള്ള, അവരുടെ മനസ്സിൽ കൊടുക്കാനുള്ള ആ ആഗ്രഹം, സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കാനുള്ള ആഗ്രഹം ഈ ഗ്രൂപ്പിൽ ഡെവലപ്പ് ചെയ്യും. ഈ ഗ്രൂപ്പിൽ അത് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ചർച്ചിലേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുകയുള്ളൂ. ചർച്ചിലേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ വരത്തുള്ളൂ. കാരണം അതൊരു ഹെൽത്തി മാറ്റർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ വേദഭാഗങ്ങളിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ചാർട്ടുകളിൽ കൂടെ എന്തെല്ലാമാണ് ഒരു ആരോഗ്യപരമായ സഭയ്ക്ക് വേണ്ടത് എന്ന് നിങ്ങൾ കണ്ടെത്തി, നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങളുടെ പോളിസിക്ക് അനുസരിച്ച് നിങ്ങളുടെ പോളിസിക്കും വേദപുസ്തകത്തിൻ്റെ തത്വവും ഈക്വലായി തുലനം ചെയ്തു പോകണം. വേദപുസ്തകത്തിൻ്റെ തത്വത്തിന് എതിരായി നിങ്ങളുടെ പോളിസി വരാൻ പാടില്ല. നിങ്ങളുടെ പോളിസി വേദപുസ്തകത്തിൻ്റെ തത്വത്തിനും എതിരാകാൻ പാടില്ല. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചാർട്ടുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ദൈവവചനം പഠിക്കുന്നുണ്ടെങ്കിൽ, ഉപദേശിച്ചും നിങ്ങൾക്ക് ഉപദേശത്തെക്കുറിച്ച് ബൈബിൾ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സിംബലൈസ് ചെയ്യാൻ പറ്റും. സിംബലൈസ് ചെയ്താൽ ഇപ്പം ഇങ്ങനെ ഒരു ചാർട്ട്, ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ വീട്ടിലെ കൂട്ടായ്മ ഹൗസ് നമ്പർ 12 കൂട്ടായ്മയാണെന്ന് എഴുതിയിരിക്കട്ടെ. ഹൗസ് നമ്പർ 12 ഇത്രയും കിട്ടിക്കഴിയുന്ന ഉടനെ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം ആ ചെറിയ ഗ്രൂപ്പിൽ എങ്ങനെ കാര്യങ്ങൾ പോകുന്നു, എവിടം വരെയായി, ആ ഗ്രൂപ്പിനെ ഇനി എങ്ങോട്ടാണ് നയിക്കേണ്ടത്, ആ ഗ്രൂപ്പിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്, ആ ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് കറക്ഷൻസ് എന്തെങ്കിലും വേണ്ടയോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വലിയൊരു വിശാലമായ 1 മണിക്കൂർ നേരത്തെ പ്രസംഗമോ വിശദീകരണത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി മോഡൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തയാള്, ഈ ആളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം ആ മോഡൽ ഫോളോ ചെയ്തോളും. ഇദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോഴും അത് ഫോളോ ചെയ്തോളും. അപ്പം അങ്ങനെ നമുക്ക് ഹെൽത്തി ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കും. ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് അയച്ചു തരണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഹെൽത്തി ഈ ഗ്രൂപ്പുകളെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്, എങ്ങനെ വിപുലമാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിൽ കൂടെയോ ചോദിക്കാവുന്നതാണ്. ഇതിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഹോംവർക്ക് സംബന്ധിച്ചും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.